ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്, ഒരു ലഡ്ഡു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമുള്ള ഈ ലഡ്ഡു നമുക്ക് വെറും 2 ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇനി കുഞ്ഞുങ്ങൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് ഇനി ഇതുപോലത്തെ ലഡ്ഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10-15 മിനിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ലഡ്ഡു ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ കടലമാവ്. ഞാൻ 1 കപ്പോളം ഉള്ള കടലമാവ് ഒരു ബൗളിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഈ കടലമാവിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് നല്ല ഒരു ലൂസായിട്ടുള്ള ഒരു പരുവത്തിനാണ് കൊണ്ടുവരുന്നത്. അങ്ങനത്തെ ഒരു ബാറ്ററാക്കി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കണക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കാതെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊരു പേസ്റ്റ് പരുവത്തെന്ന് പറഞ്ഞാൽ കുറച്ചും ഒഴുകിക്കെടുക്കുന്ന ഒരു പരുവത്തിന് നമുക്ക് ആക്കിയെടുത്തിട്ട് വരണം. അപ്പോൾ ഞാനിതൊന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരാം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കളർ ചേർക്കണം. നമുക്കറിയാം ലഡ്ഡുവിൻ്റെ ഒക്കെ കളർ എന്ന് പറയുന്നത് മഞ്ഞ, ഓറഞ്ച് അങ്ങനെയൊക്കെയാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നാച്ചുറലായിട്ട് നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ നീരാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അന്നേരം ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു പിങ്കിഷ് കളറൊക്കെ ആയിട്ടുള്ള ഒരു കളർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കളർ ഇല്ല, ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു നീരെടുക്കാൻ ഇല്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചേർക്കണ്ട. നമ്മൾ ചേർക്കുന്ന ആ ഒരു എന്താ പറയുക, ലഡ്ഡുവിന് ഒരു വൈറ്റ് കളറാവുന്നു മാത്രമേ ഉള്ളൂ. അതല്ലാതെ വേറെ ഒരു കുഴപ്പമുണ്ടാവില്ല, ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇവിടെ ബീറ്റ്റൂട്ടിൻ്റെ നീരാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. ഇച്ചിരി വെള്ളത്തിൽ തിളപ്പിച്ചാൽ മതി. എന്നിട്ട് ആ വെള്ളം ഒന്ന് അരിപ്പയിൽ അരിച്ചിട്ട് നമുക്ക് ഇതേപോലെ കളർ ചേർത്ത് അത് കളറായിട്ട് ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ നോക്കിക്ക് നല്ലൊരു നിറം കൊടുക്കും. അത് നല്ല നാച്ചുറലാണ്. പക്ഷേ നിങ്ങൾ ബീറ്റ്റൂട്ടിൻ്റെ കളർ ചേർത്തു എന്ന് ഓർത്തിട്ട് ഇതിന് ബീറ്റ്റൂട്ടിൻ്റെ ഒരു ടേസ്റ്റും വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബീറ്റ്റൂട്ടിൻ്റെ ഈ ഒരു കളറാണ് ഞാനിപ്പോൾ ഈ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ ആ ഒരു കളറാണ്. അപ്പോൾ അത് ഒത്തിരി ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു കുറച്ചും കൂടെ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. കണ്ടോ, ഇതിങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കണം. എന്നാൽ ഒത്തിരി അങ്ങ് വെള്ളമായി പോകരുത്. കുറച്ചൊരു കട്ടിയും വേണം, എന്നാൽ കൂടുതൽ വെള്ളമായിട്ടിരിക്കും വേണം. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കത് തന്നെ ഒരു പിടി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ടെൻഷൻ അടിക്കേണ്ട, അന്നേരത്തേക്ക് അത് കറക്റ്റായി വരും. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇതിങ്ങനെ കുഞ്ഞു ഉണ്ടകൾ പോലെ നമുക്ക് കിട്ടണം. അതിനായിട്ട് നമുക്കിതുപോലത്തെ ഒരു കയ്യിലെടുക്കാം. പക്ഷേ ഞാനിവിടെ എടുത്തിട്ടുള്ള ഇതുപോലത്തെ ഒരു കയ്യിലിൻ്റെ ഓട്ട അത് ഇച്ചിരി വലുതാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു മണിമണികൾ, ലഡ്ഡുവിൻ്റെ ആ മണിമണികൾ ഇച്ചിരി വലുതാണ്. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ കടകളിൽ ഇതിൻ്റെ അച്ച് കിട്ടും, ചെറിയ ഹോൾസ് ആയിട്ടുള്ള അച്ച് കിട്ടും. അല്ലെങ്കിൽ ഇപ്പം ഇതുപോലത്തെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി വലുതായിരിക്കുന്ന മാത്രം നമുക്ക് കിട്ടുന്ന ആ ഒരു ഉണ്ട അല്ലെങ്കിൽ ഉരുളകൾ കുറച്ച് വലുതായിരിക്കുന്ന മാത്രം. അപ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇച്ചിരി അധികം എണ്ണ ഒഴിക്കണം. എന്നിട്ട് നമുക്ക് ഇത് കുറച്ചൊരു സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. എണ്ണ ആദ്യം നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു പാത്രം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒഴിക്കാവൂ കേട്ടോ. ഒഴിക്കുന്ന സമയത്ത് നമുക്കൊരു മീഡിയം ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിക്കുക, ഒറ്റയടിക്ക് ഒഴിക്കരുത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ കാണിച്ച പോലത്തെ ഒരു അബദ്ധം നിങ്ങൾ കാണിക്കരുത്. അപ്പോൾ അതിനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുള്ളത്. ഞാനിതാ ഒഴിക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പം ഈ ഒരു കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഈ നടുക്കിൽ കണ്ടോ കുറച്ചിങ്ങനെ കട്ട കുത്തി കിടക്കുന്നത് കണ്ടോ. അപ്പോൾ അങ്ങനെ വരും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു കയ്യിൽ ഈ ഒരു മാവ് ഈ കയ്യിൽ ഒഴിക്കുന്ന സമയം ഇത് നല്ലതുപോലെ വീശി കൊടുക്കണം. അന്നേരം ഇതിങ്ങനെ തെറിച്ച് പലയിടത്തായി വീഴും. അങ്ങനെയാണ് വേണ്ടത്. അതാണ് കറക്റ്റും വേണ്ടത്. അപ്പം ഞാൻ ഈ ഒരു തെറ്റ് നിങ്ങൾക്ക് വരാതിരിക്കാനാണ് കേട്ടോ എടുത്ത് കാണിച്ചത്. അപ്പോൾ ആരും ഇനി ഈ ഒരു തെറ്റ് ആവർത്തിക്കരുത്. ഇനിയിപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിങ്ങനെ പൊടിച്ച് ചെറിയ ഉണ്ടകളായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്ന് ഞാൻ കാണിക്കാം. നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് കണ്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തെറിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. നമുക്കൊരു 2 മിനിറ്റോളം ഈ എണ്ണയിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. കണ്ടോ, ഇതിപ്പോൾ ആ ഒരു ഉരുളകൾ അല്ലെങ്കിൽ ഉണ്ടകളൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് പോരാം.
അപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞു. ഇതാ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും ഒരു ടിഷ്യൂ പേപ്പർ, ഒരു പാത്രത്തിനകത്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ അത്രയും എണ്ണ നമുക്ക് ഈ ടിഷ്യൂ പേപ്പറിൽ പിടിച്ചോളും. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞു ഉരുളകളൊക്കെ ആക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ മാവെല്ലാം ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് വന്നിട്ടുണ്ട്, വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ചിലത് ഇതുപോലെ കട്ട പിടിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചൂടാറി കഴിയുമ്പം നമ്മുടെ കൈ കൊണ്ട്, നമ്മുടെ വിരൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഒടിച്ചൊടിച്ചിട്ട് കൊടുത്താൽ മതി. അന്നേരം അത് സെപ്പറേറ്റ് ആയിട്ട് വന്നോളും. കണ്ടോ, ഇത് വളരെ ഈസിയാണ്. അതുകൊണ്ട് അത് കട്ട പിടിച്ചു എന്ന് ഓർത്ത് നിങ്ങൾ മാറ്റിയിടൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനും നമുക്ക് കഴിക്കാനൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം അങ്ങനെ പെർഫെക്റ്റായി വരണം എന്നൊന്നുമില്ല. കുറച്ചൊക്കെ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിരലുകളൊക്കെ വെച്ചൊന്ന് ഒടിച്ച് നമുക്കതൊരു കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇത് മുക്കി വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതൊന്ന് കുറച്ച് മധുരമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പഞ്ചസാര പാനി തയ്യാറാക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതാ ഞാൻ പഞ്ചസാര പാനി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/2 കപ്പോളം ഉള്ള പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് അതേ കപ്പിൽ 1 കപ്പോളം ഉള്ള വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ പഞ്ചസാര പാനി ഉണ്ടാക്കണം. നമുക്കതൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഈ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് കുറച്ചൊന്ന് കൊഴുപ്പുള്ള വെള്ളമാക്കി എടുക്കണം. നമുക്കറിയാം പഞ്ചസാര പാനി എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിങ്ങനെ ആ പഞ്ചസാര മുഴുവൻ അലിഞ്ഞ് വന്ന് നമുക്കതൊരു നൂല് കണക്കിനുള്ള എന്താ പറയുക, ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ പഞ്ചസാര പാനി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ നിൽക്കുക, എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അന്നേരം നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അതാ ഞാനൊരു 5 മിനിറ്റ് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്ത് ഇതിപ്പോൾ അതാ ഒരു പഞ്ചസാര പാനിയുടെ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഏലക്കയാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഞാനിവിടെ ഒരു ഏലക്കയുടെ കുരു നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബീട്രൂട്ട് കളറും കൂടെ നമുക്കൊരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു നല്ലൊരു നിറമല്ലേ നമ്മുടെ ഈ ഒരു ലഡ്ഡൂനൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഒരു മൈൽഡ് കളറല്ലല്ലോ, കുറച്ചൊരു കട്ടിയായിട്ടുള്ള ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറല്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും ഒരു മീഡിയം ലോയിലാക്കി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടലമാവ്, ചെറിയ ബോൾസുകളായിട്ടുള്ള കടലമാവ് ഈ ഒരു പഞ്ചസാര പാനിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ഒരു 2-3 മിനിറ്റോളം ഇളക്കി ആ പഞ്ചസാര പാനി നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊരു 3 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പഞ്ചസാര പാനിയൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി കാഷ്യൂ നട്ട്സോ അല്ലെന്നുണ്ടെങ്കിൽ ആൽമണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാനിവിടെ ഇച്ചിരി ആൽമണ്ട് ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഉണക്കമുന്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുന്തിരി ചേർക്കാം. ഇപ്പോൾ നമുക്ക് ലഡ്ഡൂലൊക്കെ കണ്ടിട്ടില്ലേ ഉണക്കമുന്തിരി, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഞാനിപ്പോൾ ആൽമണ്ടാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ കാഷ്യൂ നട്ട് ചേർക്കാം. ഇനി കപ്പലണ്ടി ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ കപ്പലണ്ടി ചെറുതായിട്ട് ഇതുപോലെ നുറുക്കി അരിഞ്ഞത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതൊരു 5 മിനിറ്റ് എടുക്കും ഇതൊന്ന് ചൂടാറി വരാനായിട്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ലഡ്ഡുവിൻ്റെ ബേസ് നല്ലതുപോലെ ഒന്ന് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇത് നല്ലതുപോലെ ബോളുകളാക്കി എടുക്കുക. നമ്മുടെ കയ്യിൽ ഉരുട്ടി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യണം. ആ ഒരു പഞ്ചസാര നീരൊക്കെ നല്ലതുപോലെ നമ്മൾ പ്രസ് ചെയ്യും തോറുമാണ് അതിങ്ങനെ ഒട്ടി വരത്തുള്ളൂ. ഇപ്പോൾ അതാ ഞാൻ അധികം പ്രസ് ചെയ്യാതാണ് ഞാൻ ഇതൊന്ന് ഉരുട്ടാൻ ശ്രമിച്ചത്. അന്നേരം പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ കൈവച്ച് ഇങ്ങനെ പിഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അന്നേരം ഇത് പെർഫെക്റ്റ് ആയിട്ട് വരും. ഇനിയിപ്പോൾ നെയ്യൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇച്ചിരി നെയ്യൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ പക്ഷേ ഇവിടെ നെയ്യൊന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം വേണ്ടുന്നതിലധികം നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇനി നെയ്യ് ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇത് ചെറിയ ബോളുകളാക്കുക. അത് നിങ്ങൾക്ക് കുഞ്ഞി ബോളാക്കാം, വലിയ ബോളാക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള ബോൾസ് ആയിട്ടാണ് എടുത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉണക്കമുന്തിരിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ ഒരു ഉണക്കമുന്തിരി ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുത്താൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ ബോൾസും ഒന്ന് ആക്കിയെടുത്തിട്ട് വരാം.
അപ്പോൾ ഇതാ നമ്മുടെ സ്വാദൂറും ലഡ്ഡു ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് കടയിൽ നിന്നൊന്നും പോയി മേടിക്കേണ്ട കാര്യമില്ല. ഈ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള കളേഴ്സൊക്കെ ചേർത്തിട്ടുള്ള ലഡ്ഡുകൾ ഇനി വാങ്ങി നമ്മളോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ ഫാമിലിക്കോ ഒന്നും കൊടുക്കാതിരിക്കുക. നമുക്കൊരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ അതായത് പോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ലഡ്ഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓയിൽ ഞാൻ ഹെൽത്തി ആണെന്നല്ല പറയുന്നത്, എന്നാൽ നമ്മുടെ കടയിൽ നിന്ന് നമ്മൾ മേടിച്ച് കഴിക്കുന്നതിനേക്കാളും ഒരു 100% ഹെൽത്തി ആയിട്ടുള്ള ലഡ്ഡു നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാനിന്നിവിടെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി കേട്ടോ ഇത്. ഞാനിത് ഇവിടെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് അത് ഒത്തിരി നാളെ മുന്നാണ്, ഒരു വർഷമൊക്കെ മുന്നാണ് ഞാൻ ഉണ്ടായിരുന്നത്. പിന്നീട് ഞാനിത് അങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ മെനക്കെട്ടിട്ടില്ല. ഇന്നിപ്പം ഞാൻ ചുമ്മാ വന്നിരുന്ന് കഴിഞ്ഞപ്പം ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പം നിങ്ങൾക്കും ആ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഇത് മധുരമല്ലേ, കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കഴിക്കാനും തോന്നും. അപ്പോൾ ഇനി നമുക്ക് പുറത്തുനിന്നൊന്നും മേടിക്കണ്ട കേട്ടോ. ഇതുപോലത്തെ പലഹാരങ്ങൾ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. നമുക്ക് 2-3 ചേരുവകൾ മാത്രം മതി ഇതിനകത്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.